ഹലോ കൂട്ടുകാരെ, ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ്റെ മണ്ണിര കമ്പോസ്റ്റാണ്. ഇതാണ് മണ്ണിര കമ്പോസ്റ്റ്. ഇത് 2 കള്ളികളായിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഇത് പഞ്ചായത്ത് അനുവദിച്ച് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പൈസ മാത്രമേ പഞ്ചായത്തിൽ നിന്ന് കിട്ടുകയുള്ളൂ. ബാക്കി പൈസ നമ്മൾ കയ്യിൽ നിന്നിട്ടിട്ടാണ് ചെയ്യുന്നത്. അത് പഞ്ചായത്ത് പറഞ്ഞ പോലെ ചെയ്താൽ ഏകദേശം അവർ തരുന്ന പൈസ കൊണ്ടാകും. പക്ഷേ അപ്പം നമ്മളെപ്പോഴും ഇത് മൂടിയിടാൻ പടുത അങ്ങനെയുള്ളതൊക്കെ സംഘടിപ്പിക്കണം. പടുത കുറച്ച് കഴിയുമ്പോൾ നനയുമൊക്കെ ചെയ്യുമ്പോൾ അതെല്ലാം പോകും. അപ്പോൾ ഞാനിതിന് കയ്യിൽ നിന്ന് പൈസ മുടക്കി ഒരു മേൽക്കൂര കൂടി പണിത് വേണ്ട, പിന്നെ 4 തൂണൊക്കെ പിടിപ്പിച്ച് ഇതിന് മേൽക്കൂരയൊക്കെ ഇട്ട് നല്ല നനയാതെ വെയിലും കൊള്ളുകയില്ല മഴയും കൊള്ളുകയില്ല വെള്ളം ഒഴിച്ചു കൊടുത്ത് അങ്ങനെ നമ്മൾ 1 വർഷം കൊണ്ട് പറമ്പിലെ കളകളെല്ലാം പറിക്കുന്നത് മുഴുവനും ഈ 2 കുഴികളിലായിട്ട് നിക്ഷേപിക്കുകയാണ്. ഇത് കട്ട കെട്ടി തേച്ച് എടുത്തിരിക്കുന്നതാണ്. അപ്പം ഇത് കണ്ടോ, ഇത് നല്ല പൊടിയായിട്ടാണ് ഇത് നമ്മൾ ചെടിച്ചട്ടി നിറയ്ക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ ഇതിനകത്ത് നിറച്ച് മണ്ണിരയുണ്ട്. അപ്പം ഈ മണ്ണിരയെല്ലാം എടുക്കുന്ന സമയത്ത് ഇതിനകത്തെ മണ്ണിരയെല്ലാം പെറുക്കി ഇപ്പുറത്തെ ഈ കളിക്കകത്തേക്ക് ഇടുവേ. അങ്ങനെ നല്ല വളമാണ്. ചെടിച്ചട്ടി നിറയ്ക്കുമ്പോഴും ചെടി മണ്ണിലേക്ക് നടുമ്പോഴും ഒക്കെ ഇത് അടിവളമായിട്ട് ഇട്ട് കൊടുക്കും. ചാണകപ്പൊടിയുടെ എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്കൊക്കെ ഇടുന്ന കൂടെ നമ്മുടെ ഈ മണ്ണിര കമ്പോസ്റ്റും കൂടെ ഇട്ടിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇത് നമുക്ക് പ്രത്യേകം ഇതിന് ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഈ ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിൻ്റെ മാത്രം പൈസ മുടക്കമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ പൈസ മുടക്കൊന്നുമില്ല. നമ്മുടെ പറമ്പിലെ കളകൾ, വാഴപ്പിണ്ടി, അതുപോലെ തന്നെ അടുക്കള വേസ്റ്റൊന്നും ഞാൻ ഇതിനകത്ത് ഇടാറില്ല. കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അല്ലാത്ത സമയത്ത് നമുക്ക് കഞ്ഞിവെള്ളം അങ്ങനെ ഒഴിക്കാറില്ല. കൂടുതലും ഞാൻ പച്ചവെള്ളമാണ് കൊണ്ടുവന്ന് ഒഴിക്കുന്നത്. വെറുതെ പച്ചവെള്ളം പിടിച്ചങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു കുറേ കഴിയുമ്പോഴത്തേക്കും ഈ പരുവത്തിൽ ഇത് കണ്ട, ഇത് നല്ല പൊടിയാവട്ടോ, ഇതുപോലെയായി നമുക്ക് കിട്ടും. അപ്പം എല്ലാവരും മണ്ണിര കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കണം. കാരണം നമ്മുടെ പറമ്പിലെ കളകളൊക്കെ വെറുതെ എവിടെയെങ്കിലും കൂട്ടിയിട്ട് കളയാതെ അതൊക്കെ നമുക്ക് ഉപകാരപ്പെടുത്താനായിട്ട് എല്ലാവരും നോക്കണേ. അപ്പം വേറൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ അതുപോലെ തന്നെ ഇതിനകത്തുനിന്ന് ജൈവ സ്ലറിയും കൂടി കിട്ടുവേ. ഇത് കണ്ടോ, ഈ സ്ലറി എന്ന് പറഞ്ഞാൽ ഇത് ഈ നമ്മൾ പുല്ലിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ഈ വെള്ളം, അത് തുള്ളിയായി വെള്ളമല്ല, അത് ഈ എന്താ പറയുക, മണ്ണിരയുടെ എന്തോ വേസ്റ്റായിട്ട് വരുന്ന സംഭവമാണ് അത്. ഇതും നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം. ഞാൻ ഇത് നേരെ ജൈവ സ്ലറിക്കകത്തേക്കാണ് എടുത്തൊഴിക്കുന്നത്. അങ്ങനെ ഇതും നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം.